മലയാളികളുടെ പ്രിയപ്പെട്ട കഥാകാരൻ ഒ.വി. വിജയൻ ഓർമ്മയായിട്ട് ഇന്ന് 19 കൊല്ലം തികയുന്നു. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന ഒറ്റ നോവൽ മതി ഒ.വി. വിജയൻ എന്ന ഇതിഹാസ എഴുത്തുകാരനെ നമുക്ക് മനസ്സിലാക്കാൻ. വിടവാങ്ങി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ആ കഥകളും കഥാപാത്രങ്ങളും ഇപ്പോഴും നമ്മളെ വല്ലാതെ വേട്ടയാടുന്നു, പിന്തുടരുന്നു. സാധാരണമായ സ്ഥലവും സാധാരണമായ കഥാപാത്രങ്ങളുമാണ് ഖസാക്കിലുള്ളത്. പക്ഷേ വളരെ തീക്ഷ്ണമായിട്ട് വിടർന്ന കണ്ണുകളോടെ അവരുടെ മനസ്സിലേക്ക്, അവരുടെ അസ്തിത്വങ്ങളിലേക്ക് നോക്കാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചിത്രീകരണമാണ് ഇതിന് അസാധാരണത്വം കൊടുക്കുന്നത്. വാസ്തവത്തിൽ അത് അസാധാരണമല്ല. ഖസാക്കിന്റെ ഇതിഹാസത്തിലൂടെ മലയാളി അതുവരെ ശീലിച്ചതിൽ നിന്ന് വേറിട്ടൊരു വായനാനുഭവം സമ്മാനിച്ചു ഒ.വി. വിജയൻ. രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവലായ ധർമ്മപുരാണത്തിൽ ഭരണാധികാരികളുടെ ക്രൂരതയുടെയും നുണയുടെയും കാപട്യത്തിന്റെയും ഒട്ടേറെ ചിത്രങ്ങളുണ്ട്. ഖസാക്കിലെ രവിയും ധർമ്മപുരാണത്തിലെ പ്രജാപതിയും ഗുരുസാഗരത്തിലെ കുഞ്ഞുണ്ണിയും മനുഷ്യജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ഭാഷ നിരാശയുടേതും ധർമ്മപുരാണത്തിന്റെ ഭാഷ തിളയ്ക്കുന്ന ക്ഷോഭത്തിന്റേതുമാണെങ്കിൽ ഗുരുസാഗരത്തിലെ ഭാഷ ശാന്തതയുടേതാണ്. പ്രവാചകന്റെ വഴി, മധുരം ഗായതി, തലമുറകൾ തുടങ്ങി നിരവധി കൃതികൾ എഴുതി. നോവലെന്നോ കഥയെന്നോ ഒരു പ്രത്യേക ഭൂമികയിൽ മാത്രം ഒതുങ്ങിയില്ല ആ സർഗലോകം. ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച കാർട്ടൂണിസ്റ്റുകളിൽ ഒരാൾ കൂടിയായിരുന്നു ഒ.വി. വിജയൻ. അടിയന്തരാവസ്ഥയെപ്പറ്റിയുള്ള ഏറ്റവും മികച്ച കാർട്ടൂൺ വിജയന്റേതാണ്. കാലദേശങ്ങൾക്കിപ്പുറവും നൈസാമലിയെയും മൈമൂനയെയും അപ്പുക്കിളിയെയും തേടി തലമുറകൾ യാത്ര തുടരുകയാണ്. റിസർച്ച് ഡെസ്ക് 24.